ലോകത്തെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബാർഡ് തന്റെ ഔദ്യോഗിക കാലാവധിയുടെ അവസാന ദിവസത്തിൽ മുൻ പ്രസിഡന്റിന്റെ മുഖ്യ മെഡിക്കൽ ഉപദേശകനായിരുന്ന ഡോക്ടർ ആന്റണി ഫൗച്ചിക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അടങ്ങിയ രഹസ്യരേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആഗോളതലത്തില് കോവിഡ്-19 എന്ന് പറയുന്ന മഹാമാരിക്ക് കാരണമായി എന്ന് പരക്കെ സംശയിക്കപ്പെടുന്ന ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് ബാറ്റ് കൊറോണ വൈറസുകളെ കുറിച്ച് അപകടകരമായ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഗവേഷണങ്ങൾക്കായിട്ട് കോടിക്കണക്കിന് US നികുതി പണം ഫൗച്ചി വഴിതിരിച്ചു വിട്ടതായിട്ട് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇപ്പോൾ അവകാശപ്പെടുകയാണ്. 38 വർഷത്തോളം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെഷ്യസ് ഡിസീസസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഫൗച്ചി. പുറത്തുവിട്ട രേഖകൾ പ്രകാരം കോവിഡ് മഹാമാരി എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗിക വിലയിരുത്തലുകളെ സ്വാധീനിക്കുന്നതിലും കൃത്രിമം കാണിക്കുന്നതിലും ഫൗച്ചിക്ക് നേരിട്ടുള്ള പങ്കുണ്ടായിരുന്നുവെന്ന് ഗബാർഡിന്റെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. വൈറസ് ലാബിൽ നിന്ന് ചോർന്നതാണെന്നുള്ള തെളിവുകളെ വ്യവസ്ഥാപിതമായി അടിച്ചമർത്താൻ ഫൗച്ചി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കരിയർ നേതൃത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുവെന്നും ആരോപിക്കുന്നു. തന്റെ അപകടകരമായ ഗവേഷണങ്ങൾ മറച്ചുവെക്കാൻ വൈറസ് സ്വാഭാവികമായി മൃഗങ്ങളിൽ നിന്ന് പടർന്നതാണ് എന്ന വാദത്തെ പിന്തുണയ്ക്കുവാൻ ഫൗച്ചി അണിയറയിലിരുന്ന് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയെ സമ്മർദ്ദത്തിലാക്കിയെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മഹാമാരിയുടെ സമയത്തുടനീളം ഫൗച്ചിയും ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിലെ ചില നേതാക്കളും ചേർന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് വിവരങ്ങൾ പരസ്പരം കൈമാറുന്ന ഒരു ചക്രവ്യൂഹം തന്നെ സൃഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ സംവിധാനത്തിലൂടെ വൈറസ് സ്വാഭാവികമായി പടർന്നതാണെന്ന് വാദിക്കുന്ന NIAIDയുടെ ഫണ്ട് കൈപ്പറ്റുന്ന ശാസ്ത്രജ്ഞരിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് നൽകിയിരുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ലാബ് ചോർച്ചാ സിദ്ധാന്തത്തെ തള്ളിക്കളയാനുള്ള ശാസ്ത്രീയ സമവായമായിട്ട് പിന്നീട് പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. 2024 ജൂണില് US കോൺഗ്രസിന് മുന്നിൽ ഫൗച്ചി നൽകിയ പരസ്യമായ മൊഴിയാണ് ഗബാർഡിന്റെ വെളിപ്പെടുത്തലിലെ പ്രധാന ലക്ഷ്യം. കൊറോണ വൈറസ് മഹാമാരിയെക്കുറിച്ചുള്ള ഹൗസ് സെലക്ട് സബ് കമ്മിറ്റിക്ക് മുമ്പില് മഹാമാരിക്ക് മുമ്പോ ശേഷമോ വൈറസ് ഗവേഷണത്തെക്കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികളുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഫൗച്ചിയോട് ചോദിച്ചിരുന്നു. അന്ന് ഫൗച്ചി സത്യപ്രതിജ്ഞ ചെയ്തു പറഞ്ഞത് കോവിഡിനെ കുറിച്ച് എനിക്ക് അറിവുള്ളിടത്തോളം ഇല്ല എന്നാണ്. എന്നാൽ പുതിയതായി പുറത്തു വന്ന ആശയവിനിമയ രേഖകൾ ഈ പ്രസ്താവനയ്ക്ക് തികച്ചും വിരുദ്ധമാണ് എന്നും നിർണായകമായ അവലോകന ഘട്ടങ്ങളിൽ ഫൗച്ചി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായിട്ടും ഗബാർഡിന്റെ ഓഫീസ് ഇപ്പോൾ വാദിക്കുകയാണ്. ഫൗച്ചിയുടെ സ്വാഭാവിക ഉത്ഭവ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്ത ഇന്റലിജൻസ് അനലിസ്റ്റുകൾക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നിരവധി മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി നേരിട്ടുള്ള പ്രതികാര ഭീഷണികൾ, ഏജൻസികൾക്കുള്ളിൽ വ്യവസ്ഥാപിതമായി ഒറ്റപ്പെടുത്തൽ, ഔദ്യോഗിക കരിയറിലെ തിരിച്ചടികളും തരംതാഴ്ത്തലുകളും ഉൾപ്പെടെ അവർക്ക് നേരിടേണ്ടി വന്നു എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇത്തരം കടുത്ത നടപടികൾ വഴി വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും സത്യത്തെക്കാൾ അനുസരണയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയും വിശ്വസനീയമായ തെളിവുകൾ കുഴിച്ചുമൂടുകയും ചെയ്തുവെന്നാണ് ഗബാർഡിന്റെ ഓഫീസ് ഇപ്പോൾ ആരോപിക്കുന്നത്. തന്റെ രോഗിയായ ഭർത്താവിനെ പരിചരിക്കുന്നതിനായിട്ട് ഇന്റലിജൻസ് ചീഫിന്റെ സ്ഥാനമൊഴിഞ്ഞ തുളസി ഗബാർഡ് ഈ സാഹചര്യത്തെ സ്ഥാപനാപരമായ അധികാര ദുർവിനിയോഗമായിട്ടാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. സത്യം മറച്ചുവെക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ ഡീപ് സ്റ്റേറ്റ് തന്ത്രങ്ങളാണ് എന്നാണ് ഗബാർഡ് പറയുന്നത്. ഡോക്ടർ ഫൗച്ചിയെ പോലുള്ള സ്വാർത്ഥരായ നേതാക്കൾ തങ്ങളുടെ സ്വന്തം തെറ്റുകളും അധികാര ദുർവിനിയോഗങ്ങളും മൂടിവെക്കാൻ ഇന്റലിജൻസ് വിവരങ്ങളിൽ കൃത്രിമം കാണിക്കുകയും കോൺഗ്രസിനോട് കള്ളം പറയുകയും രാജ്യത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആവശ്യമായ സുപ്രധാന വിവരങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ തുരങ്കം വയ്ക്കുകയും ചെയ്തു എന്ന് ഗബാർഡ് പറയുന്നു. ഇത് മാത്രമല്ല, ഫൗച്ചിയുടെ മേൽനോട്ടത്തിൽ നടന്ന അപകടകരമായ കൊറോണ വൈറസ് ഗവേഷണങ്ങൾക്ക് വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ താൽപര്യങ്ങളുമായും $1 ട്രില്യൺ മൂല്യമുള്ള യൂണിവേഴ്സൽ വാക്സിൻ പദ്ധതികളുമായും അടുത്ത ബന്ധമുണ്ട് എന്നുകൂടി ഗബാർഡ് ആരോപിക്കുന്നുണ്ട്. ഇതോടെ കോവിഡ് വൈറസിന്റെ പുറകിൽ വലിയ കളികൾ വന്നു അല്ലെങ്കിൽ നടന്നു എന്ന നമ്മുടെയൊക്കെ സംശയത്തെ ശരിവയ്ക്കുകയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവി തന്നെ.
തുളസി ഗബ്ബാർഡ് തന്നെ പറയുകയാണ്. ഇവിടെ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന സംശയം, ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും സൃഷ്ടിയാണോ എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പരസ്പരം മത്സരിക്കുന്നത് കൂടുതൽ ശക്തി ആർക്ക് എന്ന കാര്യത്തിലാണ്. അമേരിക്കയെ ചൈന മറികടക്കരുതെന്ന് മാത്രമേ അമേരിക്കയ്ക്കുള്ളൂ. ചൈനയും അമേരിക്കയും പരസ്പരം സഹായിച്ചും സഹകരിച്ചും നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. കോവിഡ് മഹാമാരിക്ക് ശേഷം ബ്ലാക്ക് റോക്ക് പോലെയുള്ള ആഗോള നിക്ഷേപ കമ്പനികളും അമേരിക്കൻ ചൈനീസ് വൻകിട കമ്പനികളും വൻതോതിലാണ് ലാഭമുണ്ടാക്കിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മൾ സാധാരണക്കാർ കടന്നുപോയപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ വളർച്ച ലോകമെമ്പാടും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് ഒരു മരുന്ന് കമ്പനിയല്ല. നിങ്ങളിൽ പലർക്കും ഈ കമ്പനിയെ അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണിത്. ഫാർമ കമ്പനികളിൽ വലിയ ഓഹരികളുള്ള ഒരു കമ്പനി. കോവിഡ് വാക്സിൻ നിർമ്മിച്ച ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ തുടങ്ങിയ പ്രമുഖ അമേരിക്കൻ കമ്പനികളിലും പല ചൈനീസ് വാക്സിൻ കമ്പനികളിലുമൊക്കെ ഓഹരികൾ, വലിയൊരു ശതമാനം ഓഹരികളുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. വാക്സിൻ വിൽപ്പനയിലൂടെ ഈ മരുന്ന് കമ്പനികൾ കോടികൾ ലാഭമുണ്ടാക്കിയപ്പോൾ അതിന്റെ വലിയൊരു പങ്ക് ഡിവിഡൻഡായും ഓഹരി മൂല്യമായും ബ്ലാക്ക് റോക്കിലേക്കാണ് എത്തിയത്. ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി 2019 അതായത് കോവിഡിന് മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന ആകെ സ്വത്ത് എന്ന് പറയുന്നത് $7.4 ട്രില്യൺ ആയിരുന്നു. കോവിഡിന് ശേഷം 2021 മാത്രം $10 ട്രില്യൺ ഈ കമ്പനി കൈകാര്യം ചെയ്തത്. മാത്രമല്ല ഇന്നത് $15 ട്രില്യൺ അടുത്തേക്ക് എത്തുകയുമാണ്. അമേരിക്കൻ കമ്പനികൾ മാത്രമല്ല, സമാനമായ രീതിയിൽ ചൈനീസ് കമ്പനികളും വലിയ ലാഭമാണ് ഈ കാലയളവിൽ ഉണ്ടാക്കിയത്. അമേരിക്കയിലെ വാക്സിൻ നിർമ്മാതാക്കളും വലിയ ടെക്നോളജി കമ്പനികളും ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭമാണ് കോവിഡ് കാലത്ത് കൊയ്തത്. ഫൈസർ, മൊഡേണ എന്നീ കമ്പനികൾ മാത്രം വാക്സിൻ വിൽപ്പനയിലൂടെ 10,000 കോടി ഡോളറാണ് ലാഭമുണ്ടാക്കിയത്. പീപ്പിൾസ് വാക്സിൻ അലയൻസ് പോലുള്ള സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഈ കമ്പനികൾ ഓരോ സെക്കൻഡിലും $1,000 ലാഭമായി നേടിയത്. ലോക്ക്ഡൗൺ കാലത്ത് ആളുകൾ വീടുകളിൽ ഇരുന്നപ്പോൾ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളുടെ സേവനങ്ങൾക്ക് ആവശ്യം വർദ്ധിച്ചു. ആമസോൺ മേധാവി ജെഫ് ബെസോസ്, ടെസ്ലയുടെ ഇലോൺ മസ്ക് തുടങ്ങിയ കോടീശ്വരന്മാരുടെ സമ്പത്ത് കോവിഡ് കാലത്ത് ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. കോവിഡിന്റെ തുടക്കത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും പിന്നീട് ലോകത്തിന് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, വാക്സിനുകൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്ത് ചൈനീസ് കമ്പനികൾ കോടികളാണ് ലാഭമുണ്ടാക്കിയത്. മാസ്കുകൾ, PPE കിറ്റുകൾ, വെന്റിലേറ്ററുകൾ, കോവിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ എന്നിവ ലോകമെമ്പാടും എത്തിച്ചതിലൂടെ ചൈനീസ് നിർമ്മാതാക്കൾ വലിയ ലാഭമാണ് ഉണ്ടാക്കിയത്. സിനോവാക്ക്, സിനോഫാം തുടങ്ങിയ ചൈനീസ് കമ്പനികൾ സ്വന്തം വാക്സിനുകൾ വികസിപ്പിച്ച് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വിറ്റതിലൂടെ കോടികളാണ് നേടിയത്. അമേരിക്കൻ ടെക് കമ്പനികളെ പോലെ ചൈനയിലെ ടെൻസെന്റ്, ആലിബാബ തുടങ്ങിയ കമ്പനികളും ഓൺലൈൻ വ്യാപാരത്തിലൂടെയും ഗെയിമിങ്ങിലൂടെയും വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത്. കോർപ്പറേറ്റുകൾ മഹാമാരിയെ ഒരു വലിയ ബിസിനസ് അവസരമാക്കി മാറ്റി ലാഭം കൊയ്തു. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ന്യായമായി ഉയരുന്ന സംശയം, കോവിഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായി പടർന്നു പിടിച്ച ഒരു മഹാമാരി ആയിരുന്നോ എന്നതാണ്. കാരണം ഇവിടെ അമേരിക്കയാണ് ഏറ്റവും വലിയ ലാഭമുണ്ടാക്കിയത്, രണ്ടാമത് ചൈനീസ് കമ്പനികൾ. ചുരുക്കത്തിൽ സാധാരണക്കാരുടെ വരുമാനം ഇടിയുകയും ചെറുകിട വ്യവസായങ്ങൾ പൂട്ടുകയും ചെയ്തപ്പോൾ ഈ വൻകിട കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത മുതലെടുത്തുകൊണ്ട് വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിച്ചു. മുതലാളിത്ത വിപണിയിലെ ഈ അസമത്വമാണ് കോവിഡിന് ശേഷം ലോകമെമ്പാടും വലിയ സാമ്പത്തിക ശാസ്ത്ര ചർച്ചകൾക്കും കാരണമായത്. ഇവിടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട 2 സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളിലെ സമ്പന്നരോ ഈ രാജ്യങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടോ നടത്തിയ ഒരു ആസൂത്രിതമായ നീക്കം തന്നെ ആയിരുന്നു കോവിഡ്. കോവിഡ് കാലത്ത് ഏറ്റവും അധികം നമ്മൾ ഇന്ത്യക്കാരടക്കം ഉപയോഗിച്ചത് അമേരിക്കൻ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വലുതാണ്. മരുന്ന് കമ്പനികൾ ഉണ്ടാക്കിയ ലാഭമോ? അപ്പൊ തീർച്ചയായിട്ടും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി സ്വാഭാവികമായി പൊട്ടിപ്പുറപ്പെട്ടതാകാൻ വഴിയില്ല. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവി തന്നെ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിന്റെ പുറകിൽ ഡീപ് സ്റ്റേറ്റിന്റെ കളികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചൈന, അമേരിക്ക സീക്രട്ട് പ്ലാനിന്റെ ഭാഗമായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ ഈ ലോകത്ത് ചൈനയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള അതിസമ്പന്നരായ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യാളുകളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ
സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കെണിയായിരുന്നു അല്ലെങ്കിൽ ചതിയായിരുന്നു കോവിഡിന്റെ വ്യാപനം എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന സംശയങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.